അതായിട്ട് 5 സ്പൂൺ വെളിച്ചെണ്ണ, ഒരു കപ്പ് ഉള്ളി, 1 കപ്പ് സവോള, 3 പച്ചമുളക്, 1 കഷ്ണം, 1 ഉരുളക്കിഴങ്ങ്, 1 കഷ്ണം ക്യാരറ്റ്. ഇത്രയും വഴറ്റിയെടുക്കുക. വഴറ്റി വെന്ത് വരട്ടെ. ഒന്നുകൂടി ഊറ്റി ഒഴിക്കുക. എണ്ണ ഒഴിച്ച് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണോളം മസാലപ്പൊടി. ഇത്രയും എന്ത് മസാലപ്പൊടി? മീറ്റ് മസാല. ഇതിലേക്കിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് ഇത്രയും കുരുമുളക് പൊടി പൊടിച്ച് ചേർക്കും. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെന്ത മട്ടൻ, 2 പച്ചമുളക് ഇട്ട് ഇച്ചിരി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച മട്ടൻ 5 വിസിൽ ഇട്ട് ഇതിലേക്ക് കയറും. കിഴക്കെല്ലാം വെന്തടഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. ഇറച്ചി കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കും. മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം. അവസാനം 5 മിനിറ്റ് ശേഷം ഒരു മല്ലിയില കൂടി അതിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. തീ ഓഫാക്കി അടച്ചു വെക്കാം. മട്ടൻ കറി റെഡി.